ക്ഷേമ പെൻഷൻ കൊടുക്കും പോലെ കുറച്ചു കൊടുക്കാതെ ഒന്നിച്ചു കൊടുത്തുകൂടെ? അരെ വാഹ്! മോഹനേക്കെ സാർ, താങ്കളുടെ ആഗ്രഹം ഇപ്പം സാധിച്ചു തരാം. നീ സംസാരിച്ചിരിക്കാതെ വേഗം ഫുഡ് അവർക്ക് കൊടുക്കൂ. അവരുടെ ക്ഷമ പരീക്ഷിക്കല്ലേ. കണ്ടിട്ട് വിഷമം തോന്നിയതുകൊണ്ട് പറയാണ്. ഈ ഷലീമിന്റെ വിഷമം നമുക്ക് ഇപ്പം പരിഹരിക്കാം. ഇപ്പം ഞാൻ അങ്ങനെ കൊടുത്തു കാണിക്കാം കേട്ടാ. പിന്നെ ബാബു VK ബാളുശ്ശേരി, പട്ടികളുടെ ക്ഷമ പരീക്ഷാക്കാതെ ഭക്ഷണം കൊടുക്കട, എന്നിട്ട് മതി വാചകമടി. ജോൺ KK, പട്ടിപ്രന്ത്. എല്ലാം നല്ല വിദ്യാഭ്യാസമുള്ളവരാണല്ലോടെ. സോജൻ തോമസ്, പറഞ്ഞ് തോലയ്ക്ക്, വെറുതെ സമയം കളയേണ്ട. സോജൻ തോമസേ, ഇപ്പം സമയം കളയത്തില്ല, ഇപ്പം കൊടുക്കുക. സുഭാഷ് ഫ്രാൻസിസ്, ആദ്യം അതിന് ഫുഡ് കൂടടാ മൊട്ടത്തല. കൊള്ളാം, നല്ല വിദ്യാഭ്യാസമുള്ളവർ തന്നെ. ഓക്കെ. സുനിൽ കുമാർ, ഹായ് പട്ടി പ്രവീൺ, യു ആർ സൂപ്പർ. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ദയവായി അവർക്ക് ഫുഡ് കൊടുത്ത് വിശപ്പടക്കൂ ബ്രോ, പിന്നെ സംസാരിക്കാം. എല്ലാവരും വിശന്ന് ബഹളം ഉണ്ടാക്കുന്നത് കാണുന്നില്ലേ? സുനിത ചേച്ചി, ഇപ്പം കൊടുക്കാം കേട്ടോ. ബിന്ദു, ആഹാരം കൊടുക്കാൻ താമസിക്കുമ്പോഴല്ലേ ആക്രാന്തം കാണിക്കുന്നത്? അല്ല ബിന്ദു ചേച്ചി, ഇപ്പം കാണാം. ബിന്ദു, അതുങ്ങളെ ഇട്ട് കൊതി പിടിപ്പിക്കാതെ പെട്ടെന്ന് ആഹാരം കൊടുക്ക്. കഷ്ടം. ഇപ്പം കൊടുക്കുക. 1 സെക്കൻഡ്. ടൂണ ഹാപ്പി കല്ലു ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫ്രീഡം ആണ്. ഇഷ്ടമുള്ളത് ചെയ്തോളാനായിട്ടുള്ളതാണ് കേട്ടോ. തുറക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരാളങ്ങ് പോയി. വേണ്ട, രണ്ട് പാത്രത്തിൽ തിന്നുന്നത് അവിടെ എല്ലാം താഴെ ആക്കിയിട്ടുമുണ്ട്. ഇത് കണ്ട, രസയ്ക്ക് പകുതി മുതലാണ് കിട്ടിയത്. കാത്തു താണ്ട് ഇപ്പൊ കഴിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് കണ്ട, താഴെ എല്ലാം ആക്കിയിട്ടുണ്ട്. പകുതി ആക്രാന്തത്തിന് പകുതി ഞാൻ കളയും. ഹാപ്പി സ്ലോ ആണെന്നുണ്ടെങ്കിൽ ഹാപ്പിക്ക് ആദ്യമേ കിട്ടി കേട്ടാ. രണ്ടെന്ന് വെച്ചിട്ട് അടുത്ത പാത്രത്തിലോട്ട് പോകും. കണ്ട, അതായത് ഹാപ്പിയുടെ ആരെടുത്തപ്പോ ഹാപ്പിയുടേത് കല്ലു ചൂണ്ടി. ഹാപ്പി പാവം അടുത്തതിന് വേണ്ടിയിട്ട് തപ്പുവാണ്. അതായത് കല്ലു കഴിച്ചതിന്റെ ബാക്കിയൊക്കെയാണ് ഇപ്പൊ ഹാപ്പി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തിപ്പോ കിട്ടാത്തെന്ന് പറയുന്നത് കാത്തുവിനും ഹാപ്പിക്കുമാണ്. ഗ്രോൾ ചെയ്തൊക്കെ കഴിക്കുന്നത് കേട്ടാ. കാത്തുവിന് കിട്ടിയ രസയ്ക്കും ഹാപ്പിക്കും കിട്ടിയില്ല. ആ പാത്രം നശിപ്പിക്കും കേട്ടാ. ഇനി അത് വെച്ചിട്ട് അടുത്ത പാത്രത്തിലോട്ട് പോകും. നമ്മുടെ കൺട്രോൾ ഇല്ലെന്നുണ്ടെങ്കിൽ ടെസയ്ക്ക് പകുതിയായി കിട്ടിയേ. ഞാൻ ഇതിനകത്ത് ടെസയ്ക്ക് മാത്രം ഇപ്പൊ രണ്ടാമത് കൊടുക്കും. കാരണം ടെസ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ആളല്പം ക്ഷീണിച്ച് നിൽക്കുക ആയതുകൊണ്ടിട്ട് അവർക്ക് എക്സ്ട്രാ ഫുഡ് നമ്മൾ ഫീഡ് ചെയ്യാറുണ്ട്. ഉള്ളതുകൊണ്ട് ഇനി ഓരോരോ പാത്രത്തിലും കല്ലു തപ്പുവാണ്. കയ്യൂക്കൊള്ളവൻ മൂക്കിലൊക്കെ ഇരിക്കുന്ന നോക്ക്. കയ്യൂക്കൊള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പരിപാടിയാണ് ഇതിനകത്ത് നടക്കുന്നത്. ഇത് മനുഷ്യർക്കും ഇടയിൽ ഇത് തന്നെ നടക്കുന്നത്. നമ്മളെ റൂൾസ് സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ടെറി അടുത്ത പാത്രത്തിൽ കയറി. രസയ്ക്ക് ഇച്ചിരിയേ കിട്ടിയുള്ളൂ. ഇനി ആ പാത്രത്തിൽ നിന്ന് ആരും എടുക്കാൻ രസ സമ്മതിക്കത്തില്ല. പക്ഷെ ഹാപ്പിയുടെ പാത്രത്തിൽ നിന്ന് കല്ലു അടിച്ചോണ്ട് പോയി അല്ലോടെ. ഹാപ്പിയെ വിരട്ടി മാറ്റിയിട്ട് കല്ലു എടുത്ത് കഴിച്ചു. ഹാപ്പിക്കാണ് ഇപ്പൊ ഈ കൂട്ടത്തിൽ ഒട്ടും കിട്ടാത്തത്. രസയ്ക്ക് പകുതി കിട്ടി. കല്ലുവിന് 2 പാത്രം അല്ലോടെ. കാത്തുവിന് ഒരുവിധം കിട്ടിയെന്ന് തോന്നുന്നു. ടൂണയ്ക്ക് കിട്ടി. ടൂണ കറക്റ്റ് ആയിട്ട്. ഇപ്പൊ നമ്മൾ അവരുടെ ഫുഡിൽ കൺട്രോൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഫുഡ് ഇനി ഫുഡ് കയറിയതിന്റെ സൗണ്ട് കേൾക്കുന്നതെന്ന് പറയുന്നത് ടൂണയാണ്. ടൂണ വിഴുങ്ങി അണ്ണാക്കിൽ എവിടെയോ കയറിയിട്ടുണ്ട്. അതിന്റെ ഈ ഒരു കുറുക്കും കേൾക്കുന്നില്ലേ ഇപ്പോ? അത് ഈ ലങ്സിലോട്ട് ചിലപ്പോ കയറും ഈ ഒരു വിഴുങ്ങുമ്പോ. ടെറിമാമന് കിട്ടിയല്ലോ, ഒരു പാത്രം കിട്ടി. വേണ്ട, പാവം ഹാപ്പി അവിടെ എവിടെയൊക്കെ കറങ്ങി നടക്കുവാണ്. ഇവിടെ ടെസയ്ക്കും ഹാപ്പിക്കും കൂടെ ചേർത്തിട്ടേ ഒരു ഉമ്മണി ഇട്ടിട്ട് അവിടെ ചിക്കൻ ആക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ കുഴച്ച് തരാം. ഞാനിവിടെ ബാടി. കല്ലു ആരെയാ നോക്കുന്നത്? കല്ലു തന്നെയാണ് നോക്കുന്നത്. കണ്ട, കാത്തു ഓടനിപ്പുണ്ട്. കാത്തു ഓട നോക്കി ഉള്ളതേ ഉള്ളൂ. ടൂണ അങ്ങ് ദൂരം മാറിയിരിക്കുവാണ്. ചെറിഞ്ഞു മാറിയിരിക്കുവാണ്. കല്ല് കൂടെ നിൽക്കുവാണ്. ഇനി ഇതിന് ശേഷം ഞാൻ മാറിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഫ്രീ കമാൻഡ് പറഞ്ഞിട്ടില്ല. അവരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തോളാൻ പറഞ്ഞിട്ടില്ല. ഹാപ്പി ഇതുകൊണ്ടതോ ഹാപ്പിക്ക് ഇപ്പം ഞാൻ ദൂരെ മാറിയിരിക്കുവാണ്. കണ്ട ഡിസ്റ്റൻസിലാണ്.
അപ്പം ദൂരെ മാറി നിന്നാലും ഹാപ്പിക്ക് അത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അറിയാം. കാട്ടിലെ ഒരു റൂള് വെച്ചിട്ട് ആരാണോ കയ്യൂക്കുള്ളവർ അവർ വന്ന് കഴിച്ചിട്ട് പോകും. അവരെ നമ്മൾ ഒരു ടെറിട്ടറിക്കകത്തോട്ട് കൊണ്ടുവന്ന് നമ്മൾ റൂൾസ് സെറ്റ് ചെയ്തിട്ടൊക്കെയാണ്. നമ്മൾ എന്തുകൊണ്ടിട്ടാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ അനുസരിച്ച് നമ്മൾ റോഡിൽ കൂടെയും സൊസൈറ്റി കൂടെയൊക്കെ നടന്നു പോകുന്നത്? കുറച്ച് നിയമങ്ങളെ പേടിയുള്ളതും കൊണ്ടിട്ടാണ്. എന്നിട്ട് പോലും ഇറങ്ങി നടക്കാൻ വയ്യ. അപ്പം നിയമങ്ങളില്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫുഡ് കഴിക്കാൻ നേരം ഞാൻ ഫുഡ് കൊണ്ടുവയ്ക്കും, ഓരോരുത്തരെ പേര് വിളിച്ച് അവർക്ക് കൊടുക്കും എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം ചിലർ ചോദിക്കും, സ്ട്രീറ്റിലുള്ള ഡോഗ്സിന് ഈ നിയമങ്ങളൊന്നും ആരും ഏൽപ്പിക്കുന്നില്ലല്ലോ, കാട്ടിലുള്ള മൃഗങ്ങൾക്ക് ഈ നിയമങ്ങളുണ്ടോ എന്നൊക്കെ. ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് തന്നെ മണ്ടത്തരമാണ്. അതേപോലെ നമ്മൾ ഡെലിവറി സമയത്തും കാട്ടിലുള്ള മൃഗങ്ങളെ പ്രസവിക്കുമ്പോൾ ആരെങ്കിലും നോക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ കാട്ടിലുള്ള വൈൽഡ് ആനിമൽസിൻ്റെയും അതേപോലെ സ്ട്രീറ്റ് ഡോഗ്സിൻ്റെയൊക്കെ പപ്പീസ് സർവൈവൽ റേറ്റ് എന്ന് പറയുന്നത് 20 to 40% മാത്രമാണ്. അതായത് 10 കുട്ടികളുണ്ടെങ്കിൽ രക്ഷപ്പെടുന്നത് ഒരു 40 മാക്സിമം 50 ഒക്കെ ആയിരിക്കും. നമ്മളിവിടെ എല്ലാവരെയും രക്ഷപ്പെടുത്തി ഒരേ രീതിയിൽ ഡെവലപ്പായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ ഒരു കൂട്ടത്തിൽ ഒരു എന്തെങ്കിലും മൃഗത്തിനെ വേട്ടയാടി പിടിക്കുന്നു എന്ന് വയ്ക്കുക. ആ വേട്ടയാടി പിടിക്കുന്ന മൃഗത്തിനെ ഒരു കൂട്ടം ജീവികൾ, ഇപ്പം കുറുക്കനായിക്കോട്ടെ, ഡോഗായിക്കോട്ടെ, കാട്ടിയെണ്ണ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവർ കഴിക്കാനായിട്ട് തുടങ്ങുമ്പോൾ 10 പേര് കഴിക്കാൻ വരുമ്പോൾ അതിനകത്ത് 10 പേർക്കും കിട്ടത്തില്ല. അതിനകത്ത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള, ഏറ്റവും ആരോഗ്യമുള്ള, ചുണയുള്ള കുറച്ച് പേർക്ക് മാത്രം കിട്ടും അതിനകത്ത്. ബാക്കിയുള്ളവരെന്ന് പറയുന്നത് ആ അവശേഷിക്കുന്ന ഭാഗം മാത്രമേ കിട്ടത്തുള്ളൂ. ഇനി അതും കിട്ടാത്ത ഒരു 3-ാം നിരയുണ്ട്. അവർ പതുക്കെ അതിൽ നിന്ന് വിട്ടു പോവുകയോ മരണപ്പെടുകയോ ഒക്കെ ചെയ്യും. നമ്മൾ ആ ഒരു രീതിയിലല്ല പോകുന്നതെന്ന് പറയുന്നത്. കല്ലോ, നമ്മൾ തീർച്ചയായിട്ടും റൂൾസ് സെറ്റ് ചെയ്തിരിക്കണം. പ്രത്യേകിച്ചും കുറേ ഡോഗ്സിനെയൊക്കെ ഒരുമിച്ച് വളർത്തുമ്പോൾ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ 6 പേരുണ്ട്, മസ്റ്റായിട്ട് നമുക്ക് റൂൾസ് സെറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു നേരത്തെ ഫുഡെന്ന് പറയുന്നത് ഇപ്പോൾ ഹാപ്പിക്ക് കിട്ടിയില്ല എന്ന് വെച്ചു, ഇപ്പോൾ ഈ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെയും ഹാപ്പിക്ക് കിട്ടത്തില്ല. മനസ്സിലായല്ലേ? ഹാപ്പി ആ കൂട്ടത്തിലെന്ന് പറയുമ്പോൾ വീക്കായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ഒരു ഡോഗാണ്. സൈസ് വെച്ചിട്ട് നോക്കണ്ട കേട്ടോ, സൈസിൻ്റെ കാര്യമല്ല, നമുക്ക് വീക്കായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ്. ഒരാളൊന്ന് പേടിപ്പിച്ച് കഴിഞ്ഞാൽ അവൾ 2 സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കുന്ന ആളാണ്. അപ്പോൾ അവളെ കല്ലും ടൂണയും ചെറിയും എല്ലാവരുടെ പേടിപ്പിച്ച് അങ്ങ് മാറ്റത്തതേ ഉള്ളൂ. അല്ലാതെ ഇപ്പം മനുഷ്യരുടെ വിട്ടിട്ട് വീക്കായിട്ടുള്ളവരെ കൂടെ നിർത്തുന്ന ആ ഒരു ക്യാരക്ടറൊന്നും അവർക്കില്ല. ആരാണോ ആദ്യം കിട്ടുന്നത് അവരുടെ അടുത്ത് എടി എൻ്റെ മൂക്കിലേക്ക് ഇരിക്കുന്നു കേട്ടാ, അവരെടുത്ത് കഴിക്കത്തതേ ഉള്ളൂ. ഇനി ഇതേപോലെ തന്നെ ഡെലിവറിയിലും ഇപ്പം നിങ്ങളെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം സ്ട്രീറ്റ് ഡോഗ്സിന് ഇവരെ നോക്കാനായിട്ട് ആരും ഇല്ലല്ലോ, പിന്നെ അവർ ജീവിക്കുന്നില്ല, അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ഇങ്ങനെയൊക്കെ തിരക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ എനിക്ക് തോന്നുന്ന കണക്കനുസരിച്ചിട്ട് ഏകദേശം 4 ലക്ഷം സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം അതിൻ്റെ ഡബിളൊക്കെ ആയിരിക്കും റിയൽ കണക്കെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു 4 ലക്ഷം ഡോഗ്സിൽ ഏകദേശം ഒരു 2 ലക്ഷം എടുത്തു, 50% അത് ഫീമെയിൽ ആണെന്ന് വിചാരിക്കാം. അതിൽ പോട്ടെ, അതിനകത്ത് 100 ലക്ഷം, അതിൻ്റെയും പകുതി എടുക്കുക, 25%. അത്രയും ഒരു പ്രസവിക്കാനൊക്കെ പ്രാപ്തരായിട്ടുള്ള, അതായത് അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകാൻ പറ്റുന്ന ഫീമെയിൽ ഡോഗ്സ് ആണെന്ന് കരുതുക. അതായത് 1 ലക്ഷം എന്ന് പറയുന്ന കണക്ക് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ആവറേജ് 5 കൊച്ചുങ്ങൾ ജനിക്കുന്നെന്ന് വയ്ക്കുക. ഒരു സീസണിൽ 6 മാസത്തിലാണ് ഇവർക്ക് ഹീറ്റ് ആകുന്നത്. അപ്പോൾ 6 മാസത്തിൽ 5 കുഞ്ഞുങ്ങൾ ജനിക്കുന്നെന്ന് വയ്ക്കുക. അപ്പം ഒരു 6 മാസത്തിൽ എത്ര കുട്ടികളായി? 5 ലക്ഷം കുട്ടികളായല്ലേ, 5 ലക്ഷം പപ്പീസ്. അപ്പോൾ 5 ലക്ഷം പപ്പീസ് ഒരുമിച്ച് 6 മാസത്തിനിടയ്ക്ക് ജനിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ 5 ലക്ഷം സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രീറ്റിൽ എത്ര ഡോഗ്സ് ആയി? നേരത്തെ 4 ലക്ഷം ഉണ്ടായിരുന്നു, ഈ 5 ലക്ഷവും കൂടെ ചേർത്ത് എത്ര ലക്ഷമായി? മനസ്സിലായില്ലേ? 9 ലക്ഷം ആയില്ലേ? അപ്പം അത്രയും കുട്ടികൾ സർവൈവ് ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ 1 ലക്ഷം ഡോഗ്സ്, സ്ട്രീറ്റ് ഡോഗ്സ് ഇതേപോലെ തന്നെ ഡെലിവറി നടത്തുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് രക്ഷപ്പെടുന്നത് വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ്. അല്ലാതെ എല്ലാവരും എപ്പോഴും കമൻ്റ് ഇടുന്ന കാണാം സ്ട്രീറ്റ് ഡോഗ്സിന് അസുഖമൊന്നുമില്ല, സ്ട്രീറ്റ് ഡോഗ്സിന് പ്രസവിക്കുന്നതിന് ഹെൽപ്പൊന്നും വേണ്ട, സ്ട്രീറ്റ് ഡോഗ്സൊക്കെ പ്രസവിക്കുന്നതിന് ഇതേപോലെ കൂടിയിരിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കാം. അവർ 5 കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനകത്ത് നിന്ന് എത്ര പേര് രക്ഷപ്പെട്ട് അവർ സമൂഹത്തിലോട്ട് വളർന്നു വരുന്നു എന്നുള്ളത് നോക്കുക. നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഡോഗ്സിനെ മാത്രമേ സ്ട്രീറ്റിൽ കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം മരണപ്പെട്ടു പോവുകയോ അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ വയ്യാതെ കിടക്കുകയോ ഒക്കെ ചെയ്യുമായിരിക്കും. സ്ട്രീറ്റിലാണെന്നുണ്ടെങ്കിലും കാട്ടിലാണെന്നുണ്ടെങ്കിലും മനുഷ്യൻ്റെ സംരക്ഷണമില്ലാത്ത ആനിമൽസിൻ്റെ സർവൈവൽ റേറ്റ് ഭയങ്കര കുറവാണ്. 2 കാര്യമേ നമ്മളിവിടെ പറഞ്ഞുള്ളൂ. ഒന്നാമത്തേന്ന് പറയുന്നത് ഇതാണ്,
നമ്മളുടെ പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അതേസമയം തന്നെ നമ്മളുടെ ആ ഒരു നിയമസംഹിത ഉണ്ടല്ലോ, നമ്മളൊരു റൂൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ജീവിക്കുക എന്നുള്ളതും ആവശ്യമാണ്. ഞാൻ ഇതേപോലെ 10 ദിവസം നോക്കാതെ ഫുഡ് ഇഷ്ടമുള്ള രീതിയിൽ കഴിച്ചോളാൻ ഫ്രീ പറഞ്ഞു വിടുവാണെന്നുണ്ടെങ്കിൽ ഹാപ്പി വീക്കായി വരികയും അവൾ എന്താണ് ഈ ഞാൻ പറയുന്നില്ല ബാക്കി, അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് കല്ലു ഹെൽപ്പ് ചെയ്യത്തില്ല, ട്യൂണ ഹെൽപ്പ് ചെയ്യത്തില്ല, ആരും പരസ്പര സഹായം ഒന്നും ഉണ്ടാകത്തില്ല. അതൊക്കെ എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ ഒരു രീതി മാത്രമാണ്. അപ്പം ഇത്രയും കാര്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇതിൻ്റെ ഒരു ഡെമോ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും 2 ഡോഗ്സ് അതിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫുഡ് കൊടുക്കുമ്പോൾ ഉള്ള റൂൾസ് ഇതെല്ലാം നന്നായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് തന്നെ ചെയ്യുക. ഇനി ഒരുപാട് ഡോഗ്സ് ഉള്ള കെനൽസ്, 100 ഡോഗ്സ് 50 ഡോഗ്സ് ഉള്ള കെനൽസ് ഒക്കെ ഉണ്ട്. അപ്പം അവിടുത്തെ കാര്യമൊക്കെ നിങ്ങൾ ചോദിക്കും. അവിടെ ഓരോ കൂട്ടിലിട്ടേക്കുന്നു ഓരോ ഡോഗ്സ്. കൂടിൻ്റെ തന്നെ സൈഡിൽ കൂടെ ഫുഡ് കൊടുക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഇപ്പോൾ ഉള്ള കെനൽസ് പട്ടിക്കൂടുകൾക്കുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടാണ് കൊടുക്കുന്നത്. നമ്മളിവിടെ ഫുഡ് കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് 6 പേരുണ്ടെങ്കിൽ 6 പേരെ ഒരുമിച്ചിറക്കി ഒരുമിച്ചാണ് ഫുഡ് കൊടുക്കുന്നത്. നമ്മളുടെ പ്രസൻസിൽ അവരെ ഡീസൻ്റ് ആയിട്ട് കഴിച്ചിട്ട് പോവുകയും ചെയ്യും. ഇനി ചിലർ പറയും, ചിലർ സ്ട്രീറ്റ് ഡോഗ്സിന് ഫീഡ് ചെയ്യുന്നവർ പറയാറുണ്ട് അവർക്ക് ആ ഒരു പ്രോബ്ലം ഒന്നും ഇല്ല, അവർ വെച്ച് കൊടുത്തിട്ട് പോകും കഴിക്കുമെന്നൊക്കെ. സ്ട്രീറ്റ് ഡോഗ്സിനെയും നമ്മളെ ടെറിട്ടറി വളരുന്ന ഡോഗ്സിനെയും കൂടെ ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഡോഗ്സ് അധികവും ടെറിറ്റോറിയൽ അല്ല, അതായത് ഒരു ടെറിട്ടറി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ക്യാരക്ടറിലോട്ട് അവർ പോകുന്നില്ല. അവർ പല സ്ഥലത്തായിട്ട് കറങ്ങി നടക്കുന്നു, ഫുഡ് കിട്ടുന്നിടത്തുനിന്ന് അവർ ഫുഡ് കഴിക്കുന്നു, അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അവരുടെ എയിം എന്ന് പറയുന്നത് സർവൈവലാണ്. അതിനകത്ത് ടെറിട്ടറി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ക്യാരക്ടർ അവരിൽ അധികം ഡെവലപ്പ് ആവുന്നതേ ഇല്ല. നമുക്ക് തന്നെ ഇത് കാണാമല്ലോ, ചില ഡോഗ്സ് കൂട്ടിക്കിടക്കുന്ന സമയത്ത് ഒരു ക്യാരക്ടറും കൂട്ടിയും തുറന്നു കഴിഞ്ഞാൽ വേറൊരു ക്യാരക്ടറും ആയിരിക്കും. നമുക്ക് ഇവിടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെമോ കാണിക്കാനായിട്ട് പറ്റും. പലരും കൂട്ടി കിടക്കുമ്പോൾ ഉള്ള ക്യാരക്ടറും പുറത്ത് കിടക്കുന്ന ക്യാരക്ടറും ഡിഫറൻ്റ് ആണ്. പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടില്ലേ, ഭയങ്കര അഗ്രഷനൊക്കെ കാണിച്ച് കൂട്ടി കിടക്കുന്ന ഡോഗ്സ് നമ്മളൊന്ന് പുറത്തിറക്കി ലേസ്റ്റ് നടത്തി കഴിയുമ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പെരുമാറുന്നത് കാണാം. അപ്പോൾ ഈ സ്ട്രീറ്റ് ഡോഗ്സിൻ്റെ ക്യാരക്ടറും നമ്മൾ ഒരു വീട്ടിനകത്ത് ഒരു കോമ്പൗണ്ടിൽ, പ്രത്യേകിച്ച് ഒരു കോമ്പൗണ്ടിനകത്ത് വളർത്തുന്ന ഡോഗ്സിൻ്റെ ക്യാരക്ടറും രണ്ടും 2 രീതിയിലാണ്. അതവർ വളർന്നു വരുന്ന അവരിതാണ്. കുഞ്ഞിലെ മുതൽ സ്ട്രീറ്റ് ഡോഗ്സിൻ്റെ എയിം എന്ന് പറയുന്നത് എന്തുവാണ്? അവർക്ക് ആഹാരം കണ്ടെത്തുക, അതിനുശേഷം കളിക്കുക, എവിടെയെങ്കിലും വിശ്രമിക്കുക, അത്രയേ ഉള്ളൂ. അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടൊരു ഏരിയ ആരും ഇങ്ങനെ തിരിച്ച് നൽകിയിട്ടില്ല. നമുക്കിവിടെ ഒരു കോമ്പൗണ്ട് ഉണ്ട്, അപ്പോൾ ആ കോമ്പൗണ്ടിൻ്റെ ആ അതിരുകൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഡോഗ്സ് ടെറിട്ടോറിയലാണ്. അവർക്ക് തീർച്ചയായിട്ടും ആ ഒരു ക്യാരക്ടർ ഉണ്ടാകും. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഇത് കാണിച്ചെന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഫുഡ് കിട്ടാതെ പോയ ഈ ഒരാളിനാണ് ആദ്യം ഫുഡ് കൊടുക്കുന്നത്. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് കാണുമായിരിക്കും തീർച്ചയായിട്ടും. നമ്മൾ 2 പാത്രം, 2 പാത്രം ഉണ്ടല്ലോ, ആ 2 പാത്രത്തിൽ ആദ്യം കൊടുക്കുന്നതെന്ന് പറയുന്നത് ടെസയും ഹാപ്പിയും കൊടുക്കും. ഇവർ കൊടുത്ത് കഴിച്ച് ഏകദേശം ഒരു പകുതിയായി കഴിയുമ്പോൾ അടുത്ത 2 പേർക്ക് എല്ലാവരും ഒരുമിച്ചായിരിക്കും കഴിച്ച് തീരുന്നത്. പക്ഷെ കഴിച്ച് തുടങ്ങുമ്പോൾ ഓർഡർ എന്ന് പറയുന്ന ഇതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഭയങ്കര പാവത്താനായിട്ടിരുന്ന ടെറിയില്ലേ, ഈ കല്ലുവിനെ വിരട്ടി അതിനകത്തുനിന്ന് ഫുഡ് എടുക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് ടെറിയാണ്. ടെറി ഇപ്പം അവൻ കല്ലു കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പോലും അവൻ പെട്ടെന്ന് ചെന്ന് ഫൈറ്റ് ചെയ്തിട്ട് കല്ലുവിനെ ഓട്ടിച്ചിട്ട് ഫുഡ് എടുക്കാറുണ്ട്. ഇവനീ കാണുന്നത് പോലെ ഉള്ള ആളൊന്നും അല്ല. ഇപ്പോൾ അവന് വീഡിയോ എടുക്കുകയെന്ന് മനസ്സിലായി, അതുകൊണ്ടിട്ട് അവൻ നൈസിലിരിക്കുവാണ്. ഇവൻ്റെ മുഖത്തൊരു ചെള്ളുണ്ട്. അപ്പോൾ നമുക്ക് ചെള്ളിൻ്റെ മരുന്നിട്ട് കൊടുക്കേണ്ട ടൈമായി വരുന്നു. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.